സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനം 4 വേദങ്ങളാണ്. അത് പകുത്തത് വേദവ്യാസ മഹർഷിയാണ്. എങ്കിലും സനാതനധർമ്മത്തിന് ഭഗവാൻ വേദവ്യാസ മഹർഷിയുടെ അവതാരത്തിന് മുൻപ് തന്നെ വേദങ്ങളെ 4 പകുത്തിരുന്നു. ഭഗവാൻ വേദവ്യാസ മഹർഷി വേദങ്ങളെ വിഭജിച്ചത് ഋക്ക്, യജുസ്, സാമം, അഥർവം എന്ന ലംബമായ വിഭജനമായിരുന്നു. എന്നാൽ അതിനു മുൻപ് തന്നെ സമാന്തരമായിട്ടുള്ള ഒരു വിഭജനം വേദത്തിനുണ്ടായിരുന്നു. വേദത്തിൻ്റെ തിയറിറ്റിക്കൽ പാർട്ട് മുഴുവനും ഉൾക്കൊള്ളുന്ന ഒന്നാമത്തെ വിഭാഗം, അതിനെ സംഹിത അല്ലെങ്കിൽ വേദസംഹിത എന്ന് പറയുന്നു. സംഹിത എന്താണോ മന്ത്രങ്ങളിലൂടെ പറയുന്നത്, അതിൻ്റെ ക്രിയയ്ക്കാവശ്യമായ പദാർത്ഥങ്ങളെ ചേർക്കുന്നതാണ് രണ്ടാമത്തെ വിഭാഗം. ഇതിനെ ബ്രാഹ്മണം എന്ന് പറയുന്നു. സംഹിത പഠിച്ച് ക്രിയകൾ ചെയ്യുന്നവരെയാണ് സംഹിത പഠിച്ച് ബ്രാഹ്മണ്യം ഉള്ളവർ എന്ന കണക്കിൽ ബ്രാഹ്മണർ എന്ന് പറയേണ്ടത്. അപ്പോൾ സംഹിതയും ബ്രാഹ്മണവും ചേർത്താണ് ബ്രാഹ്മണർ പഠിക്കേണ്ടതും പ്രചരിപ്പിക്കേണ്ടതും കൈകാര്യം ചെയ്യേണ്ടതും ക്രിയ ചെയ്യേണ്ടതും. സംഹിത പറയുന്നതായ മന്ത്രങ്ങളും അതിലെ ക്രിയാകാണ്ഡവും ചേർത്ത് ബ്രാഹ്മണവും ചേർക്കുമ്പോൾ ഇതിൻ്റെ ഉപാസനാ പദ്ധതികൾ തയ്യാറാകുന്നു എന്നതിനാൽ ഉപാസനകൾ ചെയ്യേണ്ടത് പ്രശാന്തമായ സ്ഥലത്ത് ആണ് എന്നതിനാൽ മൂന്നാമത്തെ വിഭാഗത്തെ ദ പ്ലേസ് ഫോർ റെസ്റ്റ് എന്ന കണക്കിൽ ഫോറസ്റ്റ് എന്നായിത്തീരുന്നു. അതിനെയാണ് ആരണ്യകം എന്ന് പറയുക. അങ്ങനെ മന്ത്രസംഹിത, ബ്രാഹ്മണം, ആരണ്യകം എന്ന 3 വിഷയങ്ങളിൽ വേദം നിലനിൽക്കുമ്പോൾ മന്ത്രസംഹിത പഠിച്ച് ബ്രാഹ്മണത്തെ ആചരിച്ച് ആരണ്യകത്തെ ഉപാസിക്കുമ്പോൾ അതിൽ നിന്നും ആത്മജ്ഞാനം, ബ്രഹ്മജ്ഞാനം, അനുഭവം ലഭിക്കുന്നു. ഈ അനുഭവങ്ങളെയാണ് റിയലൈസേഷൻ എന്ന കണക്കിൽ പാത്ത് ഫോർ റിയലൈസേഷൻ, പാത്ത് ഫോർ കണ്ടംപ്ലേഷൻ എന്ന നിലയിൽ ഉപനിഷത്തുക്കൾ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഉപനിഷത്തുക്കളെ പരിപൂർണമായും വേദത്തിൻ്റെ സംഹിത, ബ്രാഹ്മണം, ആരണ്യകം എന്ന ലാസ്റ്റ് പാർട്ട് എന്നതിനാൽ അന്തിമമായ നിർണയം എന്ന കണക്കിൽ വേദാനാം അന്തഃ എന്ന കണക്കിൽ വേദാന്തം എന്ന് വിളിക്കപ്പെട്ടു എന്നർത്ഥം. അതിനാൽ വേദസംഹിത, ബ്രാഹ്മണം, ആരണ്യകം എന്ന 3 വിഭാഗത്തെ ഉപാസിച്ചു വരുന്നതായ ഒരു സാധകന് ദർശനമായിട്ടും അനുഭവമായിട്ടും ലഭിക്കുന്ന അനുഭവങ്ങളെയാണ് ജ്ഞാനകാണ്ഡം എന്ന പേരിൽ ഉപനിഷത്ത് എന്ന് വിളിക്കുന്നത്. അതിനാൽ വേദത്തിന് ഋക്ക്, യജുസ്, സാമം, അഥർവം എന്ന് പെർപെൻഡിക്കുലറൈസ് ആയിട്ടുള്ളതായ ഒരു വിഭജനവും സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത് എന്ന് പാരലായിട്ടുള്ളതായ ഒരു വിഭാഗവും ഉണ്ട് എന്നർത്ഥം. അങ്ങനെ 4 ഇങ്ങനെയും 4 ഇങ്ങനെയും വരുമ്പോൾ 16 എന്ന തത്വത്തിൽ, ഷോഡശ വിഭാഗം എന്ന തത്വത്തിൽ സനാതനധർമ്മം അധിഷ്ഠിതമായിരിക്കുന്നു. ഋഗ്വേദത്തിന് 21 ശാഖകളാണ് ഉള്ളത്. എന്നാൽ 21 സംഹിതകൾ, 21 ബ്രാഹ്മണങ്ങൾ, 21 ആരണ്യകങ്ങൾ, 21 ഉപനിഷത്തുക്കൾ. യജുർവേദത്തിന് 116 ശാഖകളാണ് ഉള്ളത്. അതായത്
116 സംഹിതകൾ, 116 ബ്രാഹ്മണങ്ങൾ, 116 ആരണ്യകങ്ങൾ, 116 ഉപനിഷത്തുക്കൾ. വേദങ്ങളിൽ ഏറ്റവും വലുത് സാമവേദമാണ് എന്ന് ഭഗവാൻ പരമാത്മാവ് വിളിച്ചു പറയാൻ കാരണം മറ്റൊന്നുണ്ട്. സാമവേദത്തിന് 1000 ശാഖകളാണ്. എന്ന് വെച്ചാൽ 1000 സംഹിതകൾ, 1000 ബ്രാഹ്മണങ്ങൾ, 1000 ആരണ്യകങ്ങൾ, 1000 ഉപനിഷത്തുക്കൾ. അഥർവവേദത്തിന് 50 ശാഖകളാണുള്ളത്. അതിനാൽ 50 ബ്രാഹ്മണങ്ങൾ, 50 സംഹിതകൾ, 50 ആരണ്യകങ്ങൾ, 50 ഉപനിഷത്തുക്കൾ. അങ്ങനെ സനാതനധർമ്മത്തിൻ്റെ ട്രഷർ എന്നത് വാസ്റ്റാണ്. അടിത്തറ വളരെ വലുതാണ്. ഋക്കിന് 21, യജുർവേദത്തിന് 116, സാമവേദത്തിന് 1000, അഥർവവേദത്തിന് 50 ചേർക്കുമ്പോൾ 1187 സംഹിതകൾ, 1187 ബ്രാഹ്മണങ്ങൾ, 1187 ആരണ്യകങ്ങൾ, 1187 ഉപനിഷത്തുക്കൾ അടിത്തറയായിട്ടുണ്ട്. ഇതാണ് ഇതിൽ ഹ്യൂമൻ സയൻസ്, മെഡിക്കൽ സയൻസ്, സാനിറ്ററി സയൻസ്, സർജറി, ആയുർവേദിക് സയൻസ്, ഫിസിയോളജി, ഇതെല്ലാം തന്നെ ഇതിൻ്റെ അകത്ത് വരുന്നു. ആർച്ചറി, അതർ മിലിറ്ററി അപ്ലയൻസസ്, ഇതെല്ലാം യജുർവേദത്തിൻ്റെ പാർട്ടാണ്. മ്യൂസിക് ആൻഡ് ജനറൽ സയൻസ് സാമവേദത്തിൻ്റെ പാർട്ടാണ്. ആർക്കിടെക്ചർ ആൻഡ് എൻജിനീയറിംഗ് അഥർവവേദത്തിൻ്റെ പാർട്ടാണ്. ഈ ബ്രഹ്മാണ്ടത്തിൽ എല്ലാ തരത്തിലുള്ളതായ ജീവരാശികളുടെയും നിർണയവും വേദയജ്ഞങ്ങളുടെ ഉള്ളിൽ പെയ്ത മഴയ്ക്ക്, പിടിച്ചു വെച്ച വെള്ളത്തിന്, ഒഴുകിപ്പോയ വെള്ളത്തിന്, ഉപയോഗിച്ച വെള്ളത്തിന്, ഓരോ ഇലയ്ക്കും, ഓരോ ചെടികൾക്കും, ഓരോ ജീവികൾക്കും വരെ ക്രിയകളും മന്ത്രങ്ങളും അർപ്പണങ്ങളും സമർപ്പണങ്ങളും ഉണ്ട്. സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനപരമായ യാഗങ്ങളും യജ്ഞങ്ങളുടെയും അടിത്തറയിലേക്ക് വരുമ്പോൾ ട്രിപ്പിൾസ്, മാത്തമാറ്റിക്സിൻ്റെ മറ്റ് വിഷയങ്ങൾ, ട്രിഗണോമെട്രി, ഇതുമായി ബന്ധപ്പെട്ട എല്ലാം തന്നെ കൽപ്പസൂത്രത്തിലും യജുർവേദത്തിൻ്റെ യാഗയജ്ഞങ്ങളുടെ യാഗശാലകളുടെ നിർമ്മാണങ്ങളിലും വരുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മളെ വിദേശികൾ പഠിപ്പിച്ചു തന്നതായ പൈ വാല്യൂവോ അതുമായി ബന്ധപ്പെട്ടതായ ഭൂഗുരുത്വ ആകർഷണ നിയമത്തിൻ്റെ വശങ്ങളോ യഥാർത്ഥത്തിൽ എവിടെ നിന്ന് പോയതാണ് എന്ന് ഓരോ ഭാരതീയനും ചിന്തിക്കേണ്ടതാണ്. അതിനാൽ വേദമാണ് ബ്രഹ്മാണ്ടത്തിൽ ജീവരാശികളുടെയും ബ്രഹ്മാണ്ടത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് ഈ രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ സമർപ്പിക്കുന്നു. പ്രണാമം. സാധുദർശനം. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.